എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സെറമാണ്. ക്ലാരൻസിൻ്റെ ഡബിൾ സെറമാണ് വരുന്നത്. 2 സെറം മിക്സ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പമ്പ് ചെയ്തെടുക്കുമ്പോൾ 2 സെറം ആയിട്ടാണ് വരുന്നത്. ഞാൻ സ്പെഷ്യലായിട്ട് ഇത് കാണിക്കാൻ കാരണം ഇത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. കാരണം നോർമലി നമ്മളൊരു മോയ്സ്ചറൈസർ ബേസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്സിഡൈസ് ആയി പോകാറുണ്ട് മേക്കപ്പ്. ഗ്ലോ മേക്കപ്പ് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും അതും ഇതുപോലെ തന്നെ ഓക്സിഡൈസ് ആയി പോയി മേക്കപ്പ് ഒന്ന് ഡൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഡബിൾ സെറം ആണ് നിങ്ങൾ പ്രിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസിൽ മോയ്സ്ചറൈസർ ആയിട്ട് ബ്രൈഡിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു നാച്ചുറലി ഒരു ഗ്ലോ വരും. ഇപ്പം ഞാൻ രാവിലെ ഇട്ട മേക്കപ്പാണ്. എൻ്റെ ഫേസ് നോക്കി നല്ല നാച്ചുറലി അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു ഗ്ലോയോടുകൂടി ഒരു നാച്ചുറൽ ഫിനിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത്ര നേരമായിട്ടും ഫെയ്ഡ് ആവുകയോ അല്ലെങ്കിൽ ഓക്സിഡൈസ് ആവുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മോയ്സ്ചറൈസർ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ സെറം വാങ്ങിക്കാം. പിന്നെ ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് നോക്കാവുന്നതാണ്. പിന്നെ എക്സ്ട്രീം ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റ് ടെക്സ്ചർ അവൈലബിൾ ആണ്, അത് വാങ്ങിച്ചാൽ മതി. അല്ലാതെ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് എല്ലാവർക്കും ഈ സെറം യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ഗ്ലോ മേക്കപ്പ് അല്ലെങ്കിൽ എന്താ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു ഗ്ലോ മേക്കപ്പ് ഫെയ്ഡ് ആവാതെ അതുപോലെ പാച്ചി ഒന്നും ആവാതെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ബേസ് ആയിട്ട് കൊടുക്കാം. ഇനി നല്ല പ്രൊഡക്ട്സുകളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്തോ. പിന്നെ മറ്റുള്ള സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ അനുസരിച്ചുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ബൈ.